4 ദിവസത്തെ യുദ്ധമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാവരും തന്നെ പറഞ്ഞിരിക്കുന്നതും അത്രയും ദിവസത്തെ യുദ്ധമായിരുന്നു, അതിനുള്ളിൽ പാകിസ്ഥാൻ സറണ്ടർ ചെയ്തു എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഒരു സൈനിക ജനറൽ തന്നെ അദ്ദേഹം വന്നിട്ട് പറയുകയാണ്, മെയ് 10 ശേഷവും യുദ്ധം തുടർന്ന് നടന്നിരുന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്. അത് പല രഹസ്യങ്ങളും ഇന്ത്യ ഇതുമായി സംബന്ധിച്ച്, ഓപ്പറേഷൻ സിന്ദൂറുമായി സംബന്ധിച്ച് ഒളിച്ചു വെക്കുന്നുണ്ട്, രഹസ്യമായി വെക്കുന്നുണ്ട് എന്നുള്ളതിന്റെ വെളിപ്പെടുത്തലല്ലേ? അങ്ങനെ തന്നെ വേണം കരുതാൻ. ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ സൈനിക നടപടി ആരംഭിച്ചത് മെയ് 6 അർദ്ധരാത്രിയാണ്. അതായത് മെയ് 7 പുലർച്ചെ. അന്നു മുതൽ കൃത്യം പറഞ്ഞാൽ 4 ദിവസം, മെയ് 10 ആ പരിപാടി നിർത്തി. അല്ലെങ്കിൽ 2 രാജ്യങ്ങളുടെ സൈനിക നേതൃത്വങ്ങൾ തമ്മിൽ ഹോട്ട് ലൈൻ വഴി ബന്ധപ്പെട്ട് ഇനി ഇത് തുടർന്നു പോകാൻ താല്പര്യമില്ല എന്ന് പാകിസ്ഥാൻ പറഞ്ഞു. ഇന്ത്യ പറഞ്ഞു ഓക്കെ ശരി, അംഗീകരിക്കുന്നു എന്ന രീതിയിൽ നമ്മൾ വെടിനിർത്തൽ ധാരണയായി എന്നുള്ളതാണ്. പക്ഷെ അന്ന് തന്നെ ചില ദേശീയ മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു, വെടിനിർത്തൽ കരാറായെങ്കിലും പാകിസ്ഥാൻ ഇപ്പോഴും പ്രകോപനം തുടരുന്നു. അതിർത്തി മേഖലകളിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇതുണ്ടല്ലോ, ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയും, അവിടെ ഇപ്പോഴും പാക് ഷെല്ലിങ് നടക്കുന്നു. അപ്പോൾ അതിന് ഈ സൈനിക മേധാവി റിട്ടയർ ചെയ്ത ഈ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നവർ പറഞ്ഞ വിശദീകരണം എന്ന് പറയുന്നത്, പാകിസ്ഥാൻ്റെ ഈ സൈനിക സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഉന്നത നേതൃത്വം എടുക്കുന്ന ഒരു തീരുമാനം അത്ര പെട്ടെന്ന് താഴെ തട്ടിലേക്ക് എത്തിയെന്ന് വരില്ല. അപ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും. അതുമാത്രമല്ല, ഈ പാകിസ്ഥാൻ്റെ സൈനിക നേതൃത്വങ്ങളൊക്കെ തന്നെ സ്വയം പ്രഖ്യാപിത സ്ഥാനങ്ങളിലിരിക്കുന്നവരാണ് ഏറെ പങ്കും. അവരുടെ അധികാരപരിധിയിൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്ന് കരുതുന്നവരാണ് പാകിസ്ഥാൻ സേനയിൽ. അതുകൊണ്ട് തന്നെ ഒരു സൈനിക മേധാവി ഒരു ഉത്തരവ് ഇറക്കിയാൽ പോലും ചിലപ്പോൾ അത് പാലിക്കേണ്ട, അല്ലെങ്കിൽ താഴെ തട്ടിൽ അത് നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥൻ സ്വയം തീരുമാനമെടുത്താൽ ഒരു പക്ഷേ മറിച്ച് ചിന്തിച്ചെന്നും ഇരിക്കാം. അപ്പോൾ ഇത്തരം ചില വിശദീകരണങ്ങളാണ് അത് സംബന്ധിച്ച് വന്നത്. പക്ഷേ ആ വിശദീകരണങ്ങൾക്കപ്പുറം യഥാർത്ഥത്തിൽ മെയ് 10 ശേഷവും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു എന്ന തരത്തിൽ സൂചിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ആർമിയുടെ, അതായത് കരസേനയുടെ ഒരു ജനറൽ ഉപേന്ദ്ര ദ്വിവേദി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം പറയുന്നത്. പക്ഷേ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത് എന്നതിനെപ്പറ്റി അദ്ദേഹം കൂടുതൽ വിശദീകരിച്ചിട്ടില്ല. ആ കാര്യങ്ങൾ ഒരു സൈനിക രഹസ്യമാണ്, അത് വെളിപ്പെടുത്തുന്നില്ല എന്ന തരത്തിലാണ് പറഞ്ഞത്. ഇത് പറയാനുള്ള സാഹചര്യം, ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥൻ ലഫ്റ്റനൻറ്റ് ജനറൽ KJS ധില്ലൻ എന്ന് പറയുന്നയാൾ ഒരു പുസ്തകം എഴുതി. അതിൻ്റെ പുസ്തകത്തിൻ്റെ പേര് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ്. അപ്പോൾ ഈ സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്, ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള ആക്രമണമാണ് നടത്തി തുടങ്ങിയതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ അതിനെ വലിയ രീതിയിൽ ഇയാൾ അഭിനന്ദിക്കുന്നുണ്ട്. കാര്യം, നമ്മൾ അറിയാത്ത പല സംഗതികളും ഈ സൈനികർക്കിടയിൽ അല്ലെങ്കിൽ ഈ ഒരു സൈനിക മുന്നേറ്റത്തിനിടയിൽ ഉണ്ട്. കാരണം ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സഹിച്ച്, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഈ സൈനിക നേതൃത്വം ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ പോകുന്നത്. ഈ ഉപേന്ദ്ര ദ്വിവേദി ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയ ആ സൈനിക ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നുണ്ട്, ഏതെങ്കിലും ബഹുമതികൾ കൊടുക്കുന്നെങ്കിൽ ആദ്യ പരിഗണന കൊടുക്കേണ്ടത് ഈ ലൈൻ ഓഫ് കൺട്രോളിൽ ജോലി ചെയ്യുന്ന, അതായത് നിയന്ത്രണ രേഖയിൽ ജോലി ചെയ്യുന്ന സൈനികർക്കാണ്. കാരണം 24 മണിക്കൂറും ഒരു ജീവൻ പണയം വെച്ചുകൊണ്ടുള്ളൊരു ഉദ്യമമാണ് അവർ നടത്തുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പോലും ഏറ്റവും വലിയ വെല്ലുവിളി ഏറ്റെടുത്തത് അവരാണ്. കാരണം നമ്മൾ ഈ വിമാനം വഴിയുള്ള ആക്രമണമൊക്കെ ഏതെങ്കിലും ഒരു ലക്ഷ്യം വെച്ച്, നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടതാണ്, ഇന്ത്യ പ്രിസിഷൻ സ്ട്രൈക്കിംഗ് ആണ് നടത്തിയത്. ഏതെങ്കിലും ഒരു ഭീകര താവളമാണെന്ന് നമ്മൾ കണ്ടെത്തിയ ആ സ്ഥലങ്ങളിൽ ഒരു ദ്വാരം മാത്രമേ പുറത്ത് കാണുള്ളൂ, അകത്ത് എന്താണ് പൊട്ടിത്തെറിച്ചതെന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല. അത്തരത്തിൽ വളരെ സൂക്ഷ്മതയോടെ ചെയ്യുന്നതാണ്. പക്ഷേ ലൈൻ ഓഫ് കൺട്രോളിൽ അങ്ങനെയല്ല. മറ്റേ പീരങ്കികളുണ്ടല്ലോ, ഷെല്ല് ചുമ്മാ അങ്ങ് എടുത്ത് വിടുകയാണ്. അതിന് ലക്ഷ്യമൊന്നുമില്ല. വീണെടുത്ത് നിന്ന് പൊട്ട് അവിടെ എന്തൊക്കെയാണുള്ളത് അതൊക്കെ തകർന്നു തരിപ്പണമാകും, ജീവൻ നഷ്ടമാകും. ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് നമ്മുടെ അതിർത്തി മേഖലയിലുള്ള നിരവധി സാധാരണക്കാരുടെ വീടുകൾ നഷ്ടമായി, കുറച്ച് പേരുടെ ജീവനും അതുമായി ബന്ധപ്പെട്ട് നഷ്ടമായി. കാര്യം ചുമ്മാ വെച്ചങ്ങ് പൊട്ടിക്കുന്ന. അപ്പോൾ അത്തരത്തിൽ അതിർത്തി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കാണ് പരിഗണന കൊടുക്കേണ്ട, ഏതെങ്കിലും ധീരതയ്ക്കുള്ള സമ്മാനങ്ങൾ കൊടുക്കുന്നെങ്കിൽ അത്തരത്തിൽ. പിന്നെ അതുമാത്രമല്ല, അദ്ദേഹം പറഞ്ഞത്, ഈ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നതും അതിനപ്പുറം സൈനിക നേതൃത്വം എടുത്തു പറയുന്നത്, ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് സൈന്യത്തിന് കൊടുത്ത പൂർണ്ണ സ്വാതന്ത്ര്യം ഈ പാകിസ്ഥാനിൽ നേരെ തിരിച്ചാണ്. അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പറച്ചിൽ മാത്രമേ ഉള്ളൂ. അവിടെ നടപ്പിലാക്കുന്നത് ഇവിടെ ഒരു ഹിഡൻ അജണ്ടയാണ്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നേരത്തെ തന്നെ വെൽ പ്ലാൻഡ് ആയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ
ഒരു രാഷ്ട്രീയ നേതൃത്വം ഒരു കാരണവശാലും സൈന്യത്തിൽ ഇടപെട്ടിട്ടില്ല. നമുക്കുണ്ടായ നഷ്ടം എന്താണോ അതിന് തക്ക തിരിച്ചടി മറുപടി കൊടുക്കാൻ എന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്തോളൂ എന്നൊരു നിർദ്ദേശം മാത്രമാണ് ഇന്ത്യയിലെ ഭരണകൂടം സൈന്യത്തിന് കൊടുത്തത്. അത് പ്രകാരം നമ്മുടെ 3 സൈനിക നേതൃത്വങ്ങളും കരസേന, നാവികസേന, വ്യോമസേന ഇവർ ഏകോപിപ്പിച്ച്, എന്നാൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് കൂടിയാലോചനയിൽ മാത്രമാണ് ഏകോപനം ഉണ്ടായത്. പക്ഷേ കൃത്യം നിർവഹിച്ചത് വിപുലീകരിച്ചാണ്. അതായത് ഡീസെൻട്രലൈസ് എന്ന് വെച്ചാൽ പലയിടത്തും പല രീതിയിലാണ് ആക്രമണം, പക്ഷേ അതിൻ്റെ ഏകോപനമെല്ലാം ഒരുമിച്ചായിരുന്നു. അതാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിജയത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാവുന്നതുപോലെ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് ഈ പാകിസ്ഥാനിലെ അല്ലെങ്കിൽ പാക് അധീന കാശ്മീരിലെ അടക്കം ചില തീവ്രവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത് ആദ്യം. അതായത് മെയ് 7-ാം തീയതി പുലർച്ചെ നടന്ന ആക്രമണം. അവിടെ ഒരു കാരണവശാലും നമ്മൾ പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചില്ല, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ സാധാരണ ജനങ്ങളുടെ ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടില്ല. അതിൻ്റെ കാരണം ഇന്ത്യ ഒരു കാരണവശാലും ഈ ഒരു സംഗതി ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകരുത്, വലിയ രീതിയിൽ ഇത് വികസിക്കരുത് എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് കൃത്യം ലക്ഷ്യസ്ഥാനങ്ങൾ ഭീകര കേന്ദ്രങ്ങളെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞ് അവിടെ മാത്രം പ്രിസിഷൻ സ്ട്രൈക്കിങ് നടത്തി. പ്രിസിഷൻ സ്ട്രൈക്കിംഗ് എന്ന് പറഞ്ഞാൽ കൃത്യം ആ പിൻ പോയിന്റിൽ ആക്രമിക്കുക, മിസൈലുകൾ അയച്ച് അത് തകർക്കുക. പക്ഷേ പാകിസ്ഥാൻ അതിനെ ചിത്രീകരിച്ചത് അവരുടെ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു, അവിടെ ഏതാണ്ട് 40ഓളം പേർ ആ ദിവസം തന്നെ മരിച്ചു എന്നതാണ് കണക്ക്. ഈ 40ഓളം പേർ എന്ന് പറയുന്നത് ഭീകരതാവളങ്ങളിൽ അട്ടിപ്പേർ കിടന്നവരാണ്. ഈ ലഷ്കർ ഇ തോയ്ബ നേതാവിൻ്റെ ബന്ധുക്കളടക്കം 10 പേരടക്കം അത് ആ അപകടത്തിൽ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടുത്തെ സാധാരണക്കാരാണ്, സാധാരണ ജനങ്ങളാണ്. ഇന്ത്യ ആക്രമിച്ചത് ജനവാസ കേന്ദ്രങ്ങളാണെന്നാണ് പാകിസ്ഥാൻ ചിത്രീകരിച്ചത്. അതുകൊണ്ട് തിരിച്ചടി എന്ന നിലയിലാണ് പാകിസ്ഥാൻ സേന ഇങ്ങോട്ട് വ്യോമാക്രമണം നടത്തി, നമ്മുടെ അതിർത്തി മേഖലകളിൽ ഷെല്ലിങ് നടത്തി. പക്ഷേ നമുക്ക് പാകിസ്ഥാൻ എന്താണോ ഉദ്ദേശിക്കുന്നത്, ഏത് രീതിയിൽ തിരിച്ചടിക്കുമെന്ന് നേരത്തെ നമ്മൾ ഒരു തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. നമ്മൾ കൃത്യമായ സ്ഥലങ്ങളിൽ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ സജ്ജമാക്കിയിരുന്നു. തുർക്കി നിർമ്മിത ഡ്രോണുകളൊക്കെ ഇങ്ങോട്ട് വന്നത്, എങ്ങനെ അത് പാകിസ്ഥാന് കിട്ടി എന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ്. പക്ഷേ അതെല്ലാം നമുക്ക് നിർവീര്യമാക്കാൻ, അല്ലെങ്കിൽ ആ ആക്രമണം ഒരു ഡ്രോൺ പോലും നമ്മുടെ CDS അനിൽ ചൗഹാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, ഇന്ത്യൻ സേന നടത്തിയ നേട്ടങ്ങൾ, ആക്രമണങ്ങളുടെയൊക്കെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അതുകൂടാതെ പാകിസ്ഥാനിൽ അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്താ ദൃശ്യങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ കയ്യിലുണ്ട് തെളിവിനായിട്ട്. പക്ഷെ പാകിസ്ഥാൻ ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തിയതായിട്ട് യാതൊരു തെളിവുമില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു തെളിവ് ഹാജരാക്കാൻ പരസ്യ വെല്ലുവിളി നടത്തിയ അദ്ദേഹം. ആകെ കൂടെ പാകിസ്ഥാൻ്റെ കയ്യിലുള്ളത് ഏതൊക്കെയോ AI ജനറേറ്റഡ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച എന്തൊക്കെയോ കുറേ ദൃശ്യങ്ങൾ, അതിൻ്റെ വാസ്തവം അറിയില്ല. പിന്നെ മറ്റൊരു കോമഡി ഉണ്ടായി. പാകിസ്ഥാൻ അവകാശപ്പെട്ടത് ഈ പഞ്ചാബിലെ ഇന്ത്യയുടെ ഒരു വ്യോമസേനാ താവളമുണ്ട്, അവിടെ ഒരു S-400 നമ്മൾ വിന്യസിച്ചു. S-400 എന്ന് വെച്ചാൽ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം. ആ വ്യോമസേനാ താവളവും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനവും തകർത്ത് തരിപ്പണമാക്കിയെന്നാണ് പാകിസ്ഥാൻ ആ സമയത്ത് അവകാശപ്പെട്ടത്. 3 ദിവസം കഴിഞ്ഞ് പ്രധാനമന്ത്രി അവിടെ പോയി സെൽഫി എടുത്തു. അവിടെ അതിൻ്റെ പശ്ചാത്തലത്തിൽ ആ S-400 വ്യോമ പ്രതിരോധ സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ കൈവരിച്ച ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ഇപ്പോഴും യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് ഇന്ത്യ കൈവരിച്ച നേട്ടം എന്നുള്ളത് ഇപ്പോഴും ഒരു സൈനിക രഹസ്യമാണ്. പലർക്കും അറിയേണ്ട താല്പര്യം, ഇന്ത്യക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ എന്താണെന്ന് ഇപ്പോഴും ഇന്ത്യ ഒരിടത്തും വീരവാദം മുഴക്കാനായിട്ട് പോയിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കേൾക്കുമ്പോൾ സ്വാഭാവികമാണ്, പാകിസ്ഥാന് വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചെങ്കിൽ പോലും അവരതിലടങ്ങിയിരിക്കണമെന്ന് നമുക്ക് ചിന്തിക്കേണ്ടതില്ല. കാര്യം അത്രയ്ക്ക് വലിയ നഷ്ടങ്ങൾ, പ്രതികാര ബുദ്ധി സ്വാഭാവികമാണ്. അപ്പോൾ 10-ാം തീയതിക്ക് ശേഷവും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടന്നിരുന്നു. വാർത്തകൾ നമ്മുടെ മുമ്പിലുണ്ട്. ചിലപ്പോൾ അത് എത്രമാത്രം അത് വികസിച്ചിട്ടുണ്ട്, എത്രമാത്രം അത് വലിയ എത്ര ദിവസം കൂടി അത് നീണ്ടു നിന്നുള്ള സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല, വാർത്തകളില്ല, രേഖകളില്ല, വെളിപ്പെടുത്തലില്ല. പക്ഷേ അതിനൊപ്പം സൂചന ഇപ്പോൾ തന്നിട്ടുണ്ട്. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് കുറേ കാലം കഴിഞ്ഞെങ്കിലും അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചേക്കും.